ഫേസ് എക്സസൈസ് എങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. അതായത് മുഖത്തിന് എക്സസൈസ്, ചിലർ പറയും ഫേസ് യോഗ എന്നൊക്കെ പറയും. അങ്ങനെ യോഗയിൽ ഒരെണ്ണം ഇല്ലയെന്നാണ് എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചേക്കുന്നത്. പക്ഷേ എക്സസൈസ് ഉണ്ട് മുഖത്തിന്, കണ്ണിനും മുഖത്തിനും ഒക്കെ എക്സസൈസ്. അത് നമുക്ക് എപ്പോഴും വീട്ടിൽ ഇരിക്കുന്നവർക്കൊക്കെ ചെയ്യാം. നമ്മൾ ഇപ്പം നിവർന്നിരുന്ന് എല്ലാം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ സമയമില്ലാത്തവരായി രാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അടുക്കളയിലിരുന്നും ചെയ്യാം. ചുമ്മാ എന്തെങ്കിലും പണിയെടുക്കണതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് നമ്മൾ മനസ്സിലാണ് എണ്ണേണ്ട. ഒരു 10 പ്രാവശ്യം എണ്ണണം കേട്ടോ, ഞാൻ കാണിക്കുന്ന രീതി. ഇത് നിങ്ങൾ ഓർക്കും കോപ്രായം കാണിക്കുക എന്ന് ഓർക്കും, എന്നാലും നമ്മുടെ മുഖമൊക്കെ വല്ലാതെ വികൃതമൊക്കെ ആയിട്ടല്ലേ ഇരിക്കണേ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത്. പക്ഷേ ഇത് മുഖത്തിന് നല്ലതാണ്. നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും, സ്കിന്നൊക്കെ നന്നായിട്ട് വരും, ഈ കീഴ്ത്താടിയൊക്കെ നല്ല ഒതുങ്ങി നല്ല മുഖമൊക്കെ നല്ല ഭംഗിയായിട്ട് വരും. അപ്പം അത് ചെയ്യണേ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം മനസ്സിലെണ്ണണമെന്ന് ഞാൻ പറഞ്ഞില്ല, 10 പ്രാവശ്യം വെച്ചാൽ ചെയ്യേണ്ടത്. തുടക്കക്കാർ ഒരു 3 പ്രാവശ്യം വെച്ചാണെങ്കിലും ചെയ്താൽ മതി. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വായിലേക്ക് ശ്വാസം എടുത്തു വെക്കുന്നതാണ്. ഇങ്ങനെ ഇത് 10 എണ്ണുന്ന വരെ നമ്മുടെ വായിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വയ്ക്കണം. രണ്ടാമത് നമ്മുടെ ഓരോ കവിളിലേക്കും ഈ ശ്വാസത്തെ കൊണ്ടുവരുന്നതാണ്, ഈ വായുവിനെ കൊണ്ടുവരുന്ന. ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. പിന്നെ മൂന്നാമത്തെ നമ്മൾ എലിയുടെ മുഖം പിടിക്കും പോലെ ഇതും 10 പ്രാവശ്യം നമ്മുടെ മനസ്സിലുണ്ട്. 10 പ്രാവശ്യം ആകുമ്പോൾ നമ്മൾ നേരെയാകുക. പിന്നെ നാലാമത്തത് ആണ് നമ്മുടെ നാക്കില്ലേ, നാക്ക് ഉപയോഗിച്ച് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ നാക്ക് ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ തട്ടുക. അഞ്ചാമത്താണ് നമ്മൾ ഉമ്മ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുക. പിന്നെ അടുത്തതാണ് നമ്മുടെ ഈ ഇവിടെ തൂങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കാണിക്കും. അത് തല ഇങ്ങനെ മേപ്പോട്ട് പിടിച്ചിട്ട് അങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. ഇത് ദിവസവും ചെയ്തു നോക്കി, നമ്മുടെ മുഖത്തിനുണ്ടാകുന്ന മാറ്റം നമുക്ക് അത്ഭുതകരമായിട്ട് മാറ്റം കാണാൻ പറ്റും. അതൊക്കെ ഒരു 2 മാസമൊക്കെ ചെയ്യുന്നത് നമുക്ക് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ചെയ്താൽ മതി. നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് നിൽക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കാണിക്കുക. ഇങ്ങനെ കാണിക്കുന്നതിന് വല്ല പാടുണ്ട്. ആരും ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് കാണിക്കാം. അടുക്കളയിലൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണിക്കുക. അപ്പം ഈ കവിളൊക്കെ നല്ല നല്ല തുടുത്ത്, ഈ മെലിഞ്ഞ കവിളുള്ളവർക്കൊക്കെ നല്ല തുടുത്തു വരും. വണ്ണമുള്ള കവിളുള്ളവരാണെങ്കിൽ നല്ല ഷേപ്പിലായിട്ട് കവിളൊക്കെ വരും. ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോഴത്തേന് ഇവിടെ നല്ല ഭംഗിക്ക് ആയിട്ട് വരും. അപ്പം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി. ഇത് എളുപ്പമുള്ള കാര്യമല്ലേ, ആർക്കും ചെയ്യാവുന്ന, വീട്ടിൽ ഇരുന്നാണേലും ചെയ്യാവുന്നതാണ്. ഇത് സാധാരണ ചെയ്യണമെങ്കിൽ കൈയൊക്കെ നിവർത്തി ഇരുന്ന് പുഞ്ചിരിയോടുകൂടി ഇരുന്ന് എല്ലാം തുടക്കം അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് പഠിപ്പിക്കണത്. അപ്പം നിങ്ങളെല്ലാം ഒന്ന് ശ്രമിച്ചു നോക്കി. നല്ലതാണ്, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ.